സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പുതിയ തലമുറയ്ക്ക് നല്ല കാഴ്ചകൾ കൊടുത്താൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കാഴ്ചകൾ കൊടുത്താൽ അവരിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് സ്വാമിജി സൂചിപ്പിച്ചു. ഇപ്പോൾ ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ കാലമാണ്. അമൃതയുടെ തന്നെ ഒരു ഡിജിറ്റൽ സാധ്യത എങ്ങനെയാണ് സ്വാമിജി അതിൻ്റെ നമ്മുടെ മൂല്യങ്ങൾ പകരുന്നതിന് നമ്മുടെ ഈ ഡിജിറ്റൽ സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുമെന്നാണ് സ്വാമിജി കരുതുന്നത്? അത് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നാം അറിയാതെ നമ്മുടെ പേഴ്സണാലിറ്റി മാറിപ്പോകുന്നു. അതുകൊണ്ട് മനുഷ്യൻ നന്മകൾ എല്ലാവരിലുമുണ്ട്. അമ്മ പറയുന്നത് ആരും മോശമായിട്ട് ഈ ലോകത്തിലില്ല. സൃഷ്ടിയിലെ വൈഭവം അങ്ങനെയാണ്. എല്ലാവരിലും നന്മകളുണ്ട്. ഉണർത്താനുള്ള സാഹചര്യങ്ങളില്ല. എല്ലായിടത്തും നമ്മുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ആധുനിക ലോകത്തിൽ അതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ പഴിക്കാൻ ധാരാളം പേരുണ്ട്. നന്മകൾ ചെയ്താൽ നമ്മളെ പ്രശംസിക്കാൻ ആരുമില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ ഈ ലോകത്തിൽ കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നത് അവിടെ നടന്ന മറ്റു കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നന്മകളെ കൂടുതൽ ഉണർത്താൻ സാധിക്കുന്ന പരിപാടികളാണ് നമ്മൾ ഈ ഡിജിറ്റൽ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെ നന്മകളെ ഉണർത്താനുള്ള അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കും. അതാണ് അതിൻ്റെ പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നു. സ്വാമിജി ഇത്രയും കാലം ഒരു യുവാവിൻ്റെ അന്വേഷണത്തിൽ നിന്നും, ഒരു ശാസ്ത്രജ്ഞൻ്റെ ഭൗതിക ശാസ്ത്ര അന്വേഷണത്തിൽ നിന്നും ഒരു ആധ്യാത്മിക സന്യാസിയുടെ ജീവിതത്തിലേക്ക് വന്നു. എങ്ങനെയാണ് സ്വാമിജി ഈ പുതിയ തലമുറയോട് സ്വാമിജിക്ക് കൊടുക്കാനുള്ള ചില ഓർമ്മകൾ, ചില സന്ദേശങ്ങൾ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ രാപകൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വീടിനെക്കുറിച്ച് ചിന്തയില്ലാതെ അവിടെ റിസർച്ച് ലാബിലിരുന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ പണ്ടത്തെ ഋഷിമാരെയാണ് ഓർമ്മ വന്നത്. കാരണം ഇവർക്ക് വേഷത്തിൽ ശ്രദ്ധയില്ല, ആഹാരത്തിൽ ശ്രദ്ധയില്ല, വീടിനെക്കുറിച്ച് ഓർക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി രാപകൽ യത്നിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ രാജ്യത്തുണ്ടെന്നുള്ളത് അപ്പോഴാണ് നേരിട്ടറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഋഷിമാർ ആന്തരിക റിസർച്ചാണ് ചെയ്തത്, ഇവർ ബാഹ്യമായ റിസർച്ച്. അപ്പോൾ ഭൗതികം ആധ്യാത്മികം തമ്മിലുള്ള അകലമില്ലാതാകും സ്നേഹമുണ്ടെങ്കിൽ. അതുകൊണ്ട് അമ്മ പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ചിത്രശലഭത്തെ പോലെ ജീവിക്കുക. ചിത്രശലഭം ഒരു പുഷ്പത്തിലിരുന്ന് തേൻ നുകരുമ്പോൾ ആ പുഷ്പത്തെ വേദനിപ്പിക്കാതെ, ഒരു പുഷ്പത്തിൽ നിന്ന് തന്നെ എല്ലാം വലിച്ചെടുക്കാതെ അടുത്ത പുഷ്പത്തിലേക്ക് പോയി ആ പുഷ്പത്തിന് അലങ്കാരമായി മാറുന്നു. അതുപോലെ നമ്മുടെ ജീവിതം ഈ ലോകത്തിന് അലങ്കാരമായിട്ട് മാറണം. അതേപോലെ ഞാൻ അമ്മയോടൊപ്പം കഴിഞ്ഞ 40 വർഷത്തോളം കാലം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ 4 വരിയിൽ പറഞ്ഞവസാനിപ്പിക്കാം. നിശബ്ദതയിലും സംഗീതമുണ്ട്, നിശ്ചലതയിലും നൃത്തമുണ്ട്, വൈരൂപ്യത്തിലും സൗന്ദര്യമുണ്ട്, വേദനയുടെ തീച്ചൂളയിലും ആനന്ദത്തിൻ്റെ കുളിർമയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ദിവ്യാനുഭവങ്ങളായി മാറും. ആ ദിവ്യപ്രേമം നമ്മിൽ ഉണർത്തുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.